8ാമത്തെ ദിവസം മഹാഗൗരിയായിട്ട് മാറും. ശുഭ്ര ഗൗരവർണ്ണയുക്തമാണ് അവൾ, പരിശുദ്ധയാണ്. കാരണം ഈ ജീവിതത്തിന്റെ ഏതാണ്ട് കുറേ താണ്ടിക്കഴിഞ്ഞു, കുറേ ജീവിത സത്യങ്ങൾ മനസ്സിലായി. ഇനി മുഴുവൻ ശുഭ്രവർണ്ണമാണ്, പരിശുദ്ധമായിട്ടുള്ള പ്രതീകമാണ്. പിന്നീട് അവിടെ പിന്നെ യാതൊരു സ്വാർത്ഥലാഭങ്ങളുമില്ല. കുടുംബത്തിന് കൊടുക്കേണ്ടത് കൊടുത്തു, സന്താനങ്ങൾക്ക് വേണ്ടുന്നത് കൊടുത്തു, സമൂഹത്തിന് വേണ്ടുന്നത് കൊടുത്തു തീർന്നിട്ടില്ല. എങ്കിലും ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അടുത്ത പടിയായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങും അവൾ. കാരണം ഒരുപാട് ജീവിതാനുഭവങ്ങളെ ആർജിച്ചിട്ടുണ്ട് ഇതിനോടകം. എന്നാൽ പുതിയതായിട്ടൊന്ന് കാണാനോ കേൾക്കുവാനോ ഒന്നും ബാക്കി ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഒരാളൊരു ദുഃഖം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്റെ അനിയത്തിയെ പോലെ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി, കല്യാണം കഴിച്ച് വന്ന ഒരു പെൺകുട്ടി വന്ന ഒരു സങ്കടം പറയുമ്പോൾ അത് പുതിയതായിട്ട് കേൾക്കുന്നതല്ല. പുതിയതായിട്ട് കേൾക്കുമ്പോഴാണ് അയ്യോ അങ്ങനെയാണോ, അത് മഹാദുഷ്ടനാണല്ലോ അവൻ എന്നൊക്കെയുള്ള ഒരു പക്ഷപാതത്തോടു കൂടി ചിന്തിക്കേണ്ടി വരിക.